നിൽക്കുന്ന അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യരും. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന ഭീഷണമായ ദുരന്തങ്ങളെ കുറിച്ചും നാം കേട്ടു തുടങ്ങിയിട്ട് ഏറെ നാളുകളായല്ലോ അല്ലേ? കേരളത്തിൽ താമസിക്കുന്ന മലയാളികളായ നമ്മളിൽ പലരും വിചാരിക്കുന്നത് അത് ഭാവിയിലെന്നോ മറ്റെവിടെയോ സംഭവിക്കാനുള്ള ഒരു പ്രതിഭാസമാണെന്നും നമ്മൾ അതിനെ അത്ര ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ല എന്നുമാണ്. നമ്മൾ ഇതുവരെ പിന്തുടർന്ന വികസന സമയത്തിന്റെ അനിവാര്യ പ്രത്യാഘാതങ്ങളാണ് ആഗോള താപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാക്കുന്നത്. കളിമണ്ണ്, മണൽ എന്നിവയുടെ ഖനനം കൊണ്ടും മാലിന്യ കൂനകൾ കൊണ്ടും ഭൂമിയെ മനുഷ്യർ കൊള്ളയടിച്ചു. ഭൂഗർഭജലം ഊറ്റൽ, വ്യവസായ ആവശ്യങ്ങൾക്ക് ജലം അമിതമായി പാഴാക്കൽ, അമിത ജലസേചന, രാസമലിനീകരണം എന്നിവയിലൂടെ ജലത്തെ ദുർലഭമാക്കി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഖനനം, പുകമലിനീകരണം എന്നിവയെല്ലാം വലിയ പരിസ്ഥിതി പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ഭയാനകമായ വിധത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. പ്രകൃതിയെ മറന്നുള്ള ഓക്സിജൻ കിട്ടാതെ മനുഷ്യൻ മരിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത്. ഇതിന്റെ പ്രതിവിധി എന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറക്കുക, കാട് കയറി മരം മുറിച്ചും മണ്ണുമാന്തിയും പണം ഉണ്ടാക്കുന്നത് നിർത്തലാക്കുക. നന്ദി.